ഹലോ ഗൈസ്, വിശാലമായിട്ടുള്ള ഒരു പാടം മൊത്തം ആമ്പൽ കാണാൻ കൊതിയായി ഏതായാലും എത്തിപ്പെട്ടത് ചുറ്റും ആമ്പലുള്ള സ്ഥലത്താണ്. ഇവിടെ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ പറയുന്നത്. ഉപ്പുങ്ങൽ കടവ് പാലം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഉപ്പുങ്ങൽ കടവ് ബ്രിഡ്ജ്, ഉപ്പുങ്ങൽ കടവ് പാലം എന്നാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ വീഡിയോയിലും സ്റ്റാറ്റസിലും ആമ്പൽ തന്നെ. സത്യം പറയാലോ, ഞാൻ ആമ്പൽ ഒരിക്കലേ കണ്ടിട്ടുള്ളൂ. വയനാട് പൂക്കോട് തടാകത്ത് പോയിട്ട് കേട്ടോ. അതും കുറച്ച് ചെറുതാകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ആമ്പലിനെ. അപ്പോൾ അങ്ങനെ വന്നതാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിപ്പെട്ടപ്പോഴാണ് അറിയുന്നത് കേട്ടോ, ഈ ആമ്പൽ കൃഷീൻ്റെ ഉള്ളിലൊക്കെ ഫുൾ മത്സ്യകൃഷിയും നടത്തുന്നുണ്ടെന്ന്. അപ്പോൾ ഇവിടെ പിന്നെ തൊട്ട മുന്നേ ഒരു സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ, മീൻ പിടിക്കുന്നൊക്കെ. അപ്പോൾ അവർ മീൻ ഉണക്കാനിട്ടതാണിത്. ഇത് ഭക്ഷ്യയോഗ്യമല്ല, വേസ്റ്റായത് അവരിങ്ങനെ ഇട്ടതാണ്. അടിച്ച് വാരിക്കളയും കുറച്ച് കഴിയുമ്പോൾ എന്ന് പറഞ്ഞു. അപ്പം കുഞ്ഞു മീനുകളൊക്കെ അവിടെ ഇട്ടിട്ട് ഉണക്കലാക്കി വിൽക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ ഇതൊക്കെ ആമ്പലാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇത് സൂം ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. നല്ല വെയിലാണ്, അതിൻ്റെ ഒരു ചെറിയൊരു കുറവുണ്ട്. കാരണം നമുക്ക് സൂം ചെയ്യുമ്പം ഫുൾ വെള്ള ആമ്പലാണ്, കുറച്ച് ഭാഗത്ത് മാത്രം നല്ല റോസ് ആമ്പലും ഉണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പം ഞങ്ങൾ വിചാരിക്കാത്തൊരു കാഴ്ചയിലേക്കാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ കൊണ്ടുപോകുന്നത് നിങ്ങളെ. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ മത്സ്യകൃഷിയും കൂടിയാണ് ഈ വയലിൽ. ഈ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ പിന്നെ മീൻ കൃഷിയുമല്ല, ആമ്പൽ കൃഷിയുമല്ല, വേറെ രീതിയിലുള്ള എന്തൊക്കെയോ പിന്നെ ഐറ്റംസാണ് ഇതിൻ്റെ ഉള്ളിൽ കൃഷി ഇറക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ കണ്ടില്ല, ഒരു വയലറ്റ് കളർ എന്തോ ഒരു പൂവുണ്ട്. ആമ്പലല്ല ഇത്, വേറെ എന്തോ ഒരു പൂവാണ് കേട്ടോ. എനിക്കിതിനെപ്പറ്റി അറിയില്ല. നാടൻ ഗ്രാമങ്ങളിലൊക്കെ ഉള്ളവർക്ക് അറിയായിരിക്കും. പക്ഷെ വളരെ എന്താ പറയുക, അത്രയും അപൂർവമായൊരു കാഴ്ച പോലെ എനിക്ക് തോന്നിട്ടോ. കുറേ ആമ്പലിൻ്റെ ഇടയിൽ കുറേ മീൻ കൃഷി. ഞങ്ങൾ കുറേ ആമ്പൽ കാണാൻ വേണ്ടി വയലോടൊക്കെ നടന്നപ്പോൾ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ പിന്നെ ലാസ്റ്റ് എത്തിപ്പെട്ടൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടെ മീൻ വെള്ളം കെട്ടി നിർത്തിയിട്ട് ഇതിലൊക്കെ മീനിനെ വളർത്തുന്നുണ്ട്. അപ്പോൾ കുറച്ച് മീനുകളുണ്ട്, വാങ്ങിക്കോളാൻ പറഞ്ഞ് ഞാൻ വാങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. ഇന്നത്തെ പിള്ളേർ ഈ കാഴ്ചകളൊക്കെ ശരിക്കും പറഞ്ഞാൽ കാണണം. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയതിനേക്കാൾ നല്ലത് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയി എങ്ങനെയാണ് ഇവരൊക്കെ ജീവിക്കുന്നതെന്നും എന്താ ഞാൻ പറയേണ്ടത് എനിക്കറിയില്ല. അത്രയും മനോഹരമായ ഒരു കാഴ്ചകളായിരുന്നു. ചളിയും മണ്ണും നിറഞ്ഞെടുത്ത് മീൻ വളർത്തിക്കൊണ്ടും ആമ്പൽ വളർത്തിക്കൊണ്ടും വളരെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പോയ സ്ഥലം ഫുൾ വൈബ് പ്ലേസ് ആയിരുന്നു. മമ്മൂസ് ഫുൾ ഹാപ്പി. മമ്മൂസിൻ്റെ ഏജുള്ള ഏത് കുട്ടികളും ഫുൾ ഹാപ്പി ആയിരിക്കും. പക്ഷെ നമ്മളിതൊന്നും ചെയ്തു കൊടുക്കില്ല. ചളിയാവും, മണ്ണാവും, അല്ലെങ്കിൽ മീൻ മണക്കും, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട്. പപ്പക്ക് വാങ്ങിക്കോ, പപ്പക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെന്ത് മെഷീനാ? വെള്ളത്തിന് നമ്മളിതാണ് പണ്ടത്തെ സാധനം. ഇത് പണ്ടത്തെ സാധനം. ഇപ്പൊ അവിടെ ഇരിക്കില്ലേ കെട്ടിപ്പറ. എന്നിട്ട് ഇതെന്താക്കോ വെള്ളം അങ്ങനെ പിടിക്കുക, ഇത് പറ്റിക്കുക, ഇതിന് വെള്ളം അങ്ങനെ കൃഷി ചെയ്യാൻ എനിക്ക് 2 എണ്ണം മതി. ആ വേണ്ട, ഞങ്ങൾ കഴിക്കില്ല അവിടെ ആരും. എന്താ മിസ്സേ മീമി? അവിടെ ചാടുന്നുണ്ട് മീൻ കേട്ടോ. അയ്യോ പോണു അയ്യോ. വാ മമ്മൂടി എത്ര പോന്നു മീമി? കൈ മുറിയൂട്ടാ, മുള്ളുള്ളതാ.
കുറേ നേരം ഇരിക്കുവാണ് വെള്ളത്തിൽ. കല്ലുത്തി എന്ന് പറയും, ചിലർക്ക് പിലോപ്പി എന്നും പറയും. ഇതിങ്ങനെ നമ്മള് ഗ്ലാസ് ഉണ്ടെങ്കിൽ അതിൽ ചാവൂല, ചെറിയ ഇതൊന്നുമില്ല. അത് കൊണ്ടുപോയിട്ടേ വെള്ളത്തിലിട്ടോ, വെള്ളത്തിലിടാം, വീട്ടിൽ പോയിട്ടേ വെള്ളത്തിലിടും. ആ ഇല്ല, ചാവില്ല. വീട്ടിൽ പോയിട്ട് വലിയ ഗ്ലാസ്സിലിട്ടാ മതിട്ടാ, വലിയ ഗ്ലാസ്സിലിട്ടാ വീട്ടിൽ പോയിട്ട്. കൂടെ മീൻ കയറും. പറഞ്ഞെടുത്ത് എന്താണ് പറഞ്ഞൊരു കാക്ക പറഞ്ഞത് പറഞ്ഞോ. ഇതെല്ലാം മീൻ കയറുക, ഇങ്ങനെ വെക്കും. ഇത് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളിൽ കൂടെ മീൻ മീൻ ലോക്കായി പുറത്ത് പോകാൻ കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കൂട്ടുക. കൂട്ടിയിട്ട് ചേച്ചിങ്ങാണ്ട് പോയി കഴിഞ്ഞാൽ ചേച്ചിങ്ങാണ്ട് പോയി. അപ്പം ഞങ്ങൾ തിരിച്ചിങ്ങനെ പുറപ്പെടുകയാണ്. പാടത്തിലൂടെയുണ്ടോ യാത്ര, രണ്ട് സൈഡിലും എന്താ വെള്ളം കെട്ടിയിട്ടുള്ള സ്ഥലങ്ങൾ, പാടങ്ങൾ, ആമ്പൽ, കുറേ മീൻ പിടിക്കുന്ന ആൾക്കാർ, പിന്നെ ലാസ്റ്റിലും ഇപ്പം നമ്മൾ കണ്ട സ്ഥലത്തും പിന്നെ കയറി വരുന്ന നടുവിലും അതേപോലെ മെഷീനൊക്കെ വെച്ചിട്ട് മീൻ കെട്ടി നിർത്തിയിട്ട് വളർത്തുന്നവർ. പിന്നെ അത് കണ്ടില്ലേ, കുറച്ച് ഇപ്പുറ ഭാഗത്തേക്ക് വന്നപ്പോൾ കുറച്ച് പയ്യന്മാരൊക്കെ വന്നിട്ട് പിന്നെ ഇപ്പോഴത്തെ ആ ഒരു അങ്ങനത്തെ ചൂണ്ടയെ കൊണ്ട് മീനൊക്കെ പിടിക്കുന്നുണ്ട്. മമ്മൂസിന് അതൊക്കെ കൊടുത്തു കേട്ടോ. അപ്പം മനസ്സ് കുളിരുന്ന വീഡിയോസാണ് ഇതെല്ലാം. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇതൊക്കെയാണ് വൈബായിട്ട് എനിക്ക് തോന്നുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.